സംഖ്യാപുസ്തകം അധ്യായം 3. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവം സീനായി പർവ്വതത്തിൽ വച്ച് മോശയോട് അരുളിച്ചെയ്ത കാലത്ത് അഹ്റോൻ്റെയും മോശയുടെയും വംശപാരമ്പര്യം. അഹ്റോൻ്റെ പുത്രന്മാരുടെ പേരുകൾ: ആദ്യജാതൻ നാദാബ്, അബീഹു, എലിയാസാർ, ഇതാമാർ. പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവരായി അഭിഷേകം ലഭിച്ച പുരോഹിതന്മാരായ അഹ്റോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയത്രേ. എന്നാൽ നാദാബും അബീഹൂയും സീനായ് മരുഭൂമിയിൽ വച്ച് കർത്തൃസന്നിധിയിൽ അന്യാഗ്നി കൊളുത്തിയപ്പോൾ കർത്തൃസന്നിധിയിൽ വച്ചു മരിച്ചുപോയി. അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. ഏലാസാരും ഇതാമാരും പിതാവായ അഹ്റോൻ്റെ മുമ്പാകെ പുരോഹിത ശുശ്രൂഷ ചെയ്തു. ദൈവം പിന്നെയും മോശയോട് കൽപ്പിച്ചു, നീ ലേവി ഗോത്രത്തെ വരുത്തി പുരോഹിതനായ അഹ്റോന് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവൻ്റെ മുമ്പാകെ നിർത്തണം. അവർ സമാഗമനകൂടാരത്തിൻ്റെ മുമ്പിൽ അവൻ്റെ കാര്യവും സർവ്വസഭയുടെ കാര്യവും നോക്കി തിരുനിവാസത്തിലെ ജോലി ചെയ്യണം. അവർ സമാഗമനകൂടാരത്തിനുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കുകയും ഇസ്രായേൽ മക്കളുടെ കാര്യവും നോക്കി കൂടാരം സംബന്ധിച്ചുള്ള ജോലി ചെയ്യണം. നീ ലേവ്യരെ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും കൊടുക്കണം. ഇസ്രായേൽ മക്കളിൽ നിന്ന് അവർ അവന് സാക്ഷാൽ ദാനമായുള്ളവർ ആകുന്നു. അഹ്റോനെയും പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷ നടത്തുവാൻ നിയമിക്കണം. അടുത്തു വരുന്ന അന്യൻ മരണശിക്ഷ അനുഭവിക്കണം. ദൈവം പിന്നെയും മോശയോട് കൽപ്പിച്ചു, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ജനിക്കുന്ന എല്ലാ ആദ്യജാതനും പകരം ഞാൻ ലേവ്യരെ ഇസ്രായേൽ മക്കളിൽ നിന്ന് എടുത്തിരിക്കുന്നു. ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. കടിഞ്ഞൂലെല്ലാം എനിക്കുള്ളത്. ഞാൻ മിസ്രയീം ദേശത്ത് എല്ലാ ആദ്യജാതരെയും കൊന്ന ദിവസം ഇസ്രായേലിൽ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെ എല്ലാം എനിക്കായി ശുദ്ധീകരിച്ചു. അത് എനിക്കുള്ളതായിരിക്കണം. ഞാനാകുന്നു ദൈവം. ദൈവം പിന്നെയും സീനായ് മരുഭൂമിയിൽ വെച്ച് മോശയോട് അരുളിച്ചെയ്തു, ലേവ്യരെ കുലം കുലമായും കുടുംബം കുടുംബമായും എണ്ണുക. അവരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള പുരുഷ പ്രജയെ എല്ലാം എണ്ണണം. തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ദൈവവചനപ്രകാരം അവരെ എണ്ണി. ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ: ഗർശോൻ, കോഹത്ത്, മെരാരി. കുടുംബം കുടുംബമായി ഗർശോൻ്റെ പുത്രന്മാരുടെ പേരുകൾ: ലിബ്നി, ഷിമയി. കുടുംബം കുടുംബമായി കോഹാത്തിൻ്റെ പുത്രന്മാർ: അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസ്ലിയേൽ. കുടുംബം കുടുംബമായി മെരാരിയുടെ പുത്രന്മാർ: മഹ്ലി, മൂശി. ഇവരാണ് കുലം കുലമായി ലേവിയുടെ കുടുംബങ്ങൾ. ഗേർശോനിൽ നിന്ന് ലിബ്ന്യരുടെ കുടുംബവും ശിമ്യരുടെ കുടുംബവും ഉത്ഭവിച്ചു. ഇവർ ഗേർശോന്യ കുടുംബാംഗങ്ങൾ. അവരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള പുരുഷ പ്രജകളുടെ സംഖ്യയിൽ എണ്ണപ്പെട്ടവർ 7500. ഗേർശോന്യ കുടുംബങ്ങൾ തിരുനിവാസത്തിൻ്റെ പിമ്പിൽ പടിഞ്ഞാറ് ഭാഗത്ത് പാളയമിറങ്ങണം. ഗേർശോന്യരുടെ പിതൃഭവനത്തിന് ലായേലിൻ്റെ മകൻ എലിയാസാഫ് നേതാവ് ആയിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഗേർശോന്യർ സൂക്ഷിക്കേണ്ടതിന് തിരുനിവാസവും കൂടാരവും അതിൻ്റെ മൂടിയും സമാഗമന കൂടാരത്തിൻ്റെ വാതിലിലുള്ള തിരശ്ശീലയും തിരുനിവാസത്തിന് യാഗപീഠത്തിന് ചുറ്റുമുള്ള പ്രാകാരത്തിൻ്റെ തിരശ്ശീലയും പ്രാകാരവാതിലിൻ്റെ തിരശ്ശീലയും
അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമുള്ള കയറുകളും ആകുന്നു. കോഹാത്തിൽ നിന്ന് അമ്രാമ്യരുടെ കുടുംബവും യിസ്ഹാര്യരുടെ കുടുംബവും ഹെബ്രോന്യരുടെ കുടുംബവും ഉസ്ലീയേല്യരുടെ കുടുംബവും ഉത്ഭവിച്ചു. ഇവയാണ് കോഹ്യാത്യരുടെ കുടുംബാംഗങ്ങൾ. 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള എല്ലാ പുരുഷന്മാരുടെയും സംഖ്യയിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യം നോക്കുന്നവർ 8600 പേർ. കോഹാത്യ കുടുംബാംഗങ്ങൾ തിരുനിവാസത്തിൻ്റെ തെക്ക് ഭാഗത്ത് പാളയമിറങ്ങണം. കോഹാത്യ കുടുംബങ്ങളുടെ പിതൃഭവനത്തിന് ഉസ്സിയേലിൻ്റെ മകൻ ഏലിയാഫാൻ അത്രേ നേതാവ്. അവർ സൂക്ഷിക്കേണ്ടത് പെട്ടകം, മേശ, നിലവിളക്ക്, പീഠങ്ങൾ, വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾ, തിരശീല എന്നിവയും അവയ്ക്കുള്ള പണിയെല്ലാം ആകുന്നു. പുരോഹിതനായ അഹറോന്റെ മകൻ എലെയാസർ ലേവ്യർക്ക് പ്രധാന നായകനും വിശുദ്ധ മന്ദിരത്തിലെ മേൽഭരണക്കാരനും ആയിരിക്കണം. മെരാരിൽ നിന്ന് മഹ്ലിയരുടെ കുടുംബവും മൂഷ്യരുടെ കുടുംബവും ഉത്ഭവിച്ച്. മെരാരിയ കുടുംബങ്ങൾ ഇവയത്രേ. അവരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള പുരുഷ പ്രജകളിൽ എണ്ണപ്പെട്ടവർ 6200 പേർ. മെരാരിയ കുടുംബങ്ങളുടെ പിതൃഭവനത്തിന് അബീഹൈലിൻ്റെ മകൻ സൂരിയേൽ അത്രേ നേതാവ്. ഇവർ തിരുനിവാസത്തിൻ്റെ വടക്ക് ഭാഗത്ത് പാളയമിറങ്ങണം. മെരാര്യർ നിയുക്തരായിട്ടുള്ള തിരുനിവാസത്തിൻ്റെ പലക, അത്താഴം, തൂൺ, ചുവട്, അതിൻ്റെ ഉപകരണങ്ങളെല്ലാം, അത് സംബന്ധിച്ചുള്ള എല്ലാ പണിയും, പ്രാകാരത്തിൻ്റെ ചുറ്റുമുള്ള തൂൺ, അവയുടെ ചുവട്, കുറ്റി, കയറ് എന്നിവ. എന്നാൽ തിരുനിവാസത്തിൻ്റെ മുൻവശത്ത് കിഴക്ക് സമാഗമന കൂടാരത്തിൻ്റെ മുൻവശത്ത് സൂര്യോദയത്തിന് നേരെ മോശയും അഹ്റോനും അവൻ്റെ പുത്രന്മാരും പാളയമിറങ്ങുകയും ഇസ്രായേൽ മക്കളുടെ കാര്യമായ വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യം നോക്കുകയും വേണം. അന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. മോശ ദൈവ വചനാനുസരണം കുടുംബമായി എണ്ണിയ ലേവ്യരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള പുരുഷ സന്താനങ്ങൾ ആകെ 20000 പേർ. ദൈവം വീണ്ടും മോശയോട് കൽപ്പിച്ചു, ഇസ്രായേൽ മക്കളിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആദ്യജാതന്മാരായ പുരുഷ പ്രജയെ എല്ലാം എണ്ണി പേരായി അവരുടെ സംഖ്യ എടുക്കണം. ഇസ്രായേൽ മക്കളിലെ എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എനിക്കായി എടുക്കണം. ഞാനാകുന്നു ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേൽ മക്കളുടെ എല്ലാ കടിഞ്ഞൂലുകളെയും എണ്ണി 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആദ്യജാതന്മാരായ എല്ലാവരെയും പേരായി എണ്ണിയ സംഖ്യ 20273 ആയിരുന്നു. ദൈവം വീണ്ടും മോശയോട് കൽപ്പിച്ചു, ഇസ്രായേൽ മക്കളിൽ എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ലേവ്യരെയും അവരുടെ മൃഗങ്ങൾക്ക് പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എടുക്കുക. ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. ഞാനാകുന്നു ദൈവം. ഇസ്രായേൽ മക്കളുടെ കടിഞ്ഞൂലുകളിൽ ലേവ്യരുടെ എണ്ണത്തെ കവിഞ്ഞുള്ള 273 പേരുടെ വീണ്ടെടുപ്പിനായി ആളൊന്നിന് 5 ശേക്കൽ വീതം വാങ്ങണം. വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ശേക്കൽ ഒന്നിന് 20 ഗേരാ വച്ച് വാങ്ങണം. അവരുടെ എണ്ണത്തെ കവിയുന്നവരുടെ വീണ്ടെടുപ്പ് വില അഹ്റോനും അവൻ്റെ മക്കൾക്കും കൊടുക്കണം. ലേവ്യരെ കൊണ്ട് വീണ്ടെടുത്തവരുടെ എണ്ണത്തെ കവിഞ്ഞുള്ളവരുടെ വീണ്ടെടുപ്പ് വില
മോശ വാങ്ങി ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാരോട് അവൻ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1365 ശേക്കൽ പണം വാങ്ങി. ദൈവം മോശയോട് കൽപ്പിച്ചതനുസരിച്ച് വീണ്ടെടുത്തവരുടെ വില മോശ അഹറോനും അവൻ്റെ മക്കൾക്കും ദൈവവചനപ്രകാരം കൊടുത്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.